നമസ്കാരം. കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളൊരു സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മളൊരു സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റോൺ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള സ്റ്റോണുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ബാംഗ്ലൂർ സ്റ്റോണുകൾ കർണാടകയിൽ നിന്ന് വരുന്നു, താണ്ടൂർ സ്റ്റോണ് തെലുങ്കാനയിൽ നിന്ന് വരുന്നു, ആന്ധ്ര സ്റ്റോൺ അതായത് കടപ്പക്കല്ല് ആന്ധ്രയിൽ നിന്ന് വരുന്നു, അങ്ങനെ ഗുജറാത്തിൽ നിന്ന് വരുന്ന കല്ലുകളുണ്ട്, രാജസ്ഥാനിൽ നിന്ന് കോട്ട സ്റ്റോൺ വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കല്ലുണ്ട്. അപ്പോൾ ഞാനിന്ന് ബാംഗ്ലൂർ സ്റ്റോൺ, കർണാടകയിൽ നിന്ന് വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ, പലതരത്തിലുള്ള ബാംഗ്ലൂർ സ്റ്റോണുകളുണ്ട്. കനം കുറഞ്ഞതും കനം കൂടിയതും, പിന്നെ 20 mm അതായത് നമ്മൾ കാർ പോർച്ചിൽ ഒട്ടിക്കുന്ന ടൈലുകൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റിലെ, അതായത് നിങ്ങളിപ്പോൾ ഒരു വർക്കിന് ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഇതുപോലെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് വീഴും. കാരണം ഇവരുടെ വർക്കും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് ഓർത്ത് നിങ്ങൾ വിളിച്ചിട്ട് കസ്റ്റമേഴ്സ് ആൾക്കാർ വരും. അപ്പം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളൊരാൾക്ക് വർക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വർക്കാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ കാണാമല്ലോ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോണിൻ്റെ കടകളും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ സ്റ്റോണിൻ്റെ കട എൻ്റെ സ്വന്തം കടയിലിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെയാണ് എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ ബന്ധുക്കാരുടെ റെഫറൻസ് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മളൊരു എഞ്ചിനീയറുടെയോ ആർക്കിടെക്റ്റിൻ്റെയോ അവരുടെ റെഫറൻസ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഒരു വീട്ടിലൊരു വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ആ വീട്ടുകാരോട് നമ്മൾ ചോദിച്ച് അവരുടെ വർക്കും കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അപ്പോൾ അവർ നല്ലതാണെന്ന് നിങ്ങൾക്ക് ഓക്കെ, അവരുടെ റെഫറൻസ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് വർക്ക് ചെയ്യിക്കാം. കാരണം ഒരാൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് അനുഭവം വഴി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നല്ല വർക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വർക്ക് നമ്മൾ ഒരാൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്തു, ഇപ്പോൾ നിങ്ങളുടെ റെഫറൻസ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ട് കണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ കമ്പനി, ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുകയാണ്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ പണിക്കാരാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള കല്ലാണ് ഞാൻ കൊണ്ടുതരുന്നത്. പക്ഷേങ്കിൽ എൻ്റെ പണിക്കാർക്ക് അത് വിരിക്കാൻ അറിയത്തില്ല. അപ്പോൾ വിരിക്കുന്നതിന് ഭംഗിയില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മൾ ഈ റെഫറൻസ് ചെയ്താലോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടാലോ അല്ലെങ്കിൽ സ്റ്റോൺ വഴി കട വഴി കണ്ടാലോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തേക്കുന്ന വർക്ക് ഒരു മിനിമം ഒരു 5 വർക്കെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 1 വർഷം മുമ്പ് ചെയ്തതും ഒരു 5 കൊല്ലം മുമ്പ് ചെയ്തതും 2 വർഷം മുമ്പ് ചെയ്തതും ലേറ്റസ്റ്റായിട്ട് ചെയ്തേക്കുന്നതും ആയിട്ടുള്ള ഒരു 4-5 വർക്കുകൾ നിങ്ങൾ നേരിൽ പോയി കാണുക. കാരണം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെയ്യുമ്പം നിങ്ങൾ പൈസ മുടക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഉറപ്പ് വരണമെങ്കിൽ ആ വർക്ക് നമ്മുടെ എന്നെപ്പോലെ വരുന്ന ഏതാളാണെങ്കിലും അവരെ വിളിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലം പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടോ വർക്ക്. ഇനി അതല്ല കുറച്ച് ദൂരത്താണെങ്കിലും നമ്മളത് പോയി കാണാൻ ഉറപ്പായിട്ടും നിർബന്ധനാണ്. കാരണം പോയി കാണാതെ പറഞ്ഞു കേട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ അത് കംപ്ലൈൻ്റായി അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അതിനു വേണ്ടി ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവുക. 1 മണിക്കൂറല്ല 2 മണിക്കൂർ അതിനു വേണ്ടി മുടക്കണം. ഈ മുടക്കാതെ വരുന്നതാണ് പ്രശ്നങ്ങൾ. നമ്മളവിടെ പോയി കണ്ടിട്ട് ആ വീട്ടുകാരോട് തന്നെ ചോദിക്കുക, ഇവരുടെ പണിക്കാരെങ്ങനെയുണ്ട്, വർക്കൊക്കെ എങ്ങനെയുണ്ട്, നല്ലതാണോ, 5 വർഷം മുമ്പ് ചെയ്തതും 2 വർഷം മുമ്പ് ചെയ്തതും ലേറ്റസ്റ്റ് ചെയ്തതൊക്കെ നോക്കുമ്പോൾ അവരുടെ ഡീലിങ്സും കാര്യങ്ങളും നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവർക്ക് വർക്ക് കൊടുക്കുക. ഈ വർക്ക് നമ്മളെന്തായാലും ഈ ഒരു പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കി എടുക്കുന്നു. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വർക്ക് തുടങ്ങുകയാണ്. ഈ വർക്ക് തുടങ്ങുമ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പം വാസ്തു നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 80% വീടുകളും കിഴക്കോട്ടായിരിക്കും, അല്ലെ പടിഞ്ഞാറ് വരും, അത് കഴിഞ്ഞ് വടക്ക്. തെക്കോട്ട് റോഡ് മാത്രം ഉണ്ടെങ്കിലാണ് ആൾക്കാർ തെക്കോട്ട് വീട് വെക്കുന്നത്. തെക്കോട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏത് ദിശയിലേക്ക് വീട് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്റ്റോൺ വിരിക്കുമ്പം നമ്മൾ വെള്ളം ഒഴുകുന്നത് വാസ്തുവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു നോട്ടം നോക്കി, അതായത് വാസ്തു നോക്കാൻ അറിയാവുന്ന ആളെ കൊണ്ട് കൃത്യമായിട്ട് നോക്കിച്ചിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ കറക്റ്റാക്കണം. വിശ്വാസമുള്ളവർക്ക് മാത്രം, വിശ്വാസമില്ലാത്തവർക്ക് നോ പ്രോബ്ലം. പക്ഷേ നമ്മളൊരു വീട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു 80-90% ആൾക്കാരും വാസ്തു നോക്കിയാണ് സ്റ്റോൺ വിരിക്കുന്നത്. കാരണം കന്നിമൂല ഉയർന്ന് നിൽക്കണമെന്ന് വെച്ചാൽ കന്നിമൂല ഉയർന്ന് തന്നെ നിൽക്കണം. കാരണം കന്നിമൂല വേറെ മറ്റ് സാധനങ്ങളൊന്നും വരാൻ പാടില്ല. കാരണം അവിടെ ഉയർന്ന് തന്നെ നിൽക്കണമെന്ന് വെച്ചാൽ ഉയർത്തി നിർത്തണം. അങ്ങനെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളാണേലും ക്രിസ്ത്യൻസ് ആണേലും മുസ്ലിംസ് ആണേലും വാസ്തു നോക്കി ചെയ്യുന്നതാണ് ബെറ്റർ, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം വാസ്തു നോക്കി നമുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്കാണ് നമ്മൾ ആദ്യം വർക്ക് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ വാസ്തുവും ഡിസൈനും കാര്യങ്ങളും എല്ലാം ഓക്കെ, അതെല്ലാം അവർക്കെല്ലാം അറിയാം. പക്ഷേ ചെയ്യുന്ന വർക്കേഴ്സ് എത്ര നാളായിട്ട് ആ സ്റ്റോപ്പിൽ, അതായത് എൻ്റെ ഷോപ്പിൽ ഈ വർക്ക് വരുന്ന ആൾ ഹിന്ദിക്കാരായിരിക്കും ഇന്ന് കേരളത്തിലെ സ്റ്റോൺ വർക്കേഴ്സ് 99%.
അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചാൽ മനസ്സിലാക്കണം അവരെത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ കമ്പനിയിൽ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു വർക്ക് നിങ്ങളുടെ വീട്ടിൽ അവർ ചെയ്തു തരും. കാരണം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് 5 വർഷമോ അല്ലെ മിനിമം ഒരു 6 വർഷമോ ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കറാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് അവർ സ്റ്റോൺ വിരിക്കും. ഇപ്പോൾ 10 വർഷമായിട്ടുള്ള സ്റ്റോൺ വർക്കർ ഞങ്ങളുടെ കടയിലുണ്ട്, 15 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്. 15 വർഷമൊക്കെ ആയിട്ട് ഒരു ഹിന്ദിക്കാരൻ ഒരു കടയിൽ സ്റ്റോൺ വിരിച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇപ്പം പല സ്ഥലത്തും ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അതൊക്കെ നമ്മൾ നേരിട്ട് അന്വേഷിച്ച് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. കാരണം നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ വർക്ക് എങ്ങനെ ചെയ്യണം, അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം. എന്നെപ്പോലുള്ള ആൾക്കാർ വന്ന് അത് ഡിസൈൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് അഡ്വാൻസും കാര്യങ്ങളും തന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു അഡ്വാൻസ് മാത്രമേ ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കാവുള്ളൂ. കാരണം വലിയൊരു അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ പറ്റിക്കപ്പെടാൻ പാടില്ല. കാരണം ചെറിയൊരു 10,000 രൂപയിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരാൾക്കും അഡ്വാൻസ് കൊടുക്കരുത്. ആ 10,000 രൂപ അഡ്വാൻസ് കൊടുത്ത് വർക്ക് കൺഫേം ചെയ്തതിന് ശേഷം സ്റ്റോൺ വരുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ വരുമ്പോൾ ഏകദേശം 100 രൂപ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും ഫ്ലെയിംഡ് കല്ലുകൾ. അപ്പോൾ ആ കല്ല് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഇറക്കിയതിന് ശേഷം അത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്വയർ ഫീറ്റ് പൈസ വെച്ചുള്ള പൈസ മാത്രം കൊടുക്കുക. പിന്നീട് നമുക്ക് വരുന്നത് ഞാൻ മെറ്റീരിയൽ കോസ്റ്റാണ്. മെറ്റീരിയൽ ഇറക്കി കഴിയുമ്പോൾ മെറ്റീരിയലിൻ്റെ പൈസ വേണമെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് വർക്ക് മുഴുവൻ ഫിനിഷ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല വൃത്തിയായിട്ടാണോ അത് ചെയ്തേക്കുന്നത്, വെള്ളം അടിച്ച് നോക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കറക്റ്റാണോ, ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കന്നിമൂലയൊക്കെ ഉയർന്ന് നിർത്തി ചെയ്തോട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി ബോധിപ്പിച്ചതിന് ശേഷം ആ വർക്ക് ഫിനിഷ് ചെയ്തതിന് നിങ്ങളുടെ അളക്കാൻ അറിയാവുന്ന ആൾക്കാർ, അതായത് അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റിലാണ് അളക്കുന്നത്, മീറ്ററിലല്ല അളക്കുന്നത്. മീറ്ററിൽ അളക്കുന്നതിനേക്കാൾ നല്ല നമ്മൾ അടിക്കണക്കിൽ അളക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കൃത്യമായ അളവ് കിട്ടും. മീറ്ററിനകത്ത് സ്ക്വയർ ഫീറ്റ് കൂടത്തേ ഉള്ളൂ, ചെറിയ വ്യത്യാസമുള്ളൂ, ചെറിയ പോയിൻറ്റിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ. അപ്പം അളക്കാൻ അറിയാവുന്ന ഒരാൾ നിങ്ങൾ നിർത്തി കമ്പനിയുടെ ആൾക്കാരെ കൊണ്ട് കൃത്യമായിട്ട് അളന്ന് ബോധ്യപ്പെടുത്തി കമ്പനി വർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. ആ ഒരു രീതിയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അവർക്കും പ്രശ്നമില്ല, നമ്മുടെ പോലുള്ള കോൺട്രാക്ടർമാർക്കും പ്രശ്നമില്ല. കാരണം സ്റ്റോൺ ഇറക്കി സ്റ്റോണിൻ്റെ പൈസ കൊടുത്തു, മെറ്റീരിയൽ ഇറക്കി മെറ്റീരിയലിൻ്റെ പൈസ കൊടുത്തു, വർക്ക് കഴിഞ്ഞപ്പം അളന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ബോധിച്ചതിന് ശേഷമേ അളപ്പിക്കാവുള്ളൂ. കാരണം വെള്ളമൊക്കെ അടിച്ച് ഒഴുകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതെല്ലാം നോക്കി ഓക്കെയാണെങ്കിൽ നാളെ വന്ന് അളന്നു, അല്ലെങ്കിൽ മറ്റന്നാൾ വന്ന് ഒരു ദിവസം ഡിലേ ആണെന്നാലും പ്രശ്നം വരുന്നില്ല ഒരിടത്തും. അത് വന്ന് അളന്ന് പേയ്മെൻറ്റ് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കും കസ്റ്റമർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ വർക്ക് ഒരാൾക്ക് കൊടുക്കുന്നതും വർക്ക് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഇനി വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 10 വർഷമുള്ള മേസ്തിരിമാരാണേലും 5 വർഷമുള്ള മേസ്തിരിമാരാണേലും ഒരു 2 വർഷത്തിൽ താഴെയുള്ളവർക്ക് ഒരു കാരണവശാലും വർക്ക് കൊടുക്കരുത്. കാരണം മിനിമം ഒരു 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്റ്റോണൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ ആ ലൈനുകളൊക്കെ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ലൈൻ കൃത്യമായിട്ട് കട്ട് ചെയ്തറിയാൻ, അതായത് കട്ടിങ്ങാണ് സ്റ്റോണിൻ്റെ മെയിൻ. ആ കട്ടിങ് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവത്തുള്ളൂ. കാരണം മുഴുവൻ കല്ലും വിരിച്ച് ഔട്ട്ലൈനൊക്കെ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് റൗണ്ടി വേണേൽ റൗണ്ടി, വളഞ്ഞ് വേണേൽ വളഞ്ഞ്, പാമ്പ് പോലെ പോകണേ പാമ്പ് പോലെ, എങ്ങനെയാണ് കട്ട് ചെയ്യണം ആ രീതിയിൽ കട്ടിങ് അറിയാവുന്ന വർക്കർക്ക് നമ്മൾ സ്റ്റോൺ കൊടുക്കാവുള്ളൂ, അല്ല സ്റ്റോണല്ല വർക്ക് കൊടുക്കാവുള്ളൂ. അപ്പം നമ്മൾ റെഫറൻസ് വെച്ച് നമ്മളൊരാളെ സെലക്ട് ചെയ്ത് വർക്കേഴ്സ് വരുവാണ് നമ്മൾ വർക്ക് തുടങ്ങാനായിട്ട് വരുമ്പോൾ അവർ എർത്ത് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. എർത്ത് വർക്കിന് അഡീഷണൽ പൈസയാണ് അവർക്ക് തച്ച് പൈസയായിട്ടാണ് കൊടുക്കുന്നത്. ആ എർത്ത് വർക്കിൻ്റെ പൈസ ഉണ്ടെന്ന് എത്രയാണെന്ന് വെച്ചാൽ അവർ പണിയുന്ന പൈസ അവർക്ക് തച്ചായിട്ട് 800, 850, 900 ഒക്കെയാണ് ഇന്ന് തച്ച്, ആ പൈസ തച്ചായിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്ലോർ ലെവലാക്കി വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം കറക്റ്റായി ബേബി മെറ്റൽ 6 mm, അതായത് 4 ഇഞ്ച് ബേബി മെറ്റൽ, അതാണ് നമ്മൾ താഴെ വിരിക്കേണ്ടത്. ആ താഴെ വിരിച്ച് നമ്മൾ ഏകദേശം 2 ഇഞ്ച് കനം, 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ പക്ക 2 ഇഞ്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 1 ഇഞ്ച് താഴെ പോകരുത്. 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് കനം വരെയാണ് നമുക്ക് മെറ്റൽ ആവശ്യം വരുന്നത്. ആദ്യം നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ മെറ്റലൊക്കെ വിരിച്ച് എന്നതിന് മുമ്പ് ഗ്രൗണ്ട് ലെവലാക്കി കഴിയുമ്പം ഗ്രൗണ്ടിന് ഉറപ്പുണ്ടോയെന്ന് നോക്കണം. ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മിനിമം ഒരു 5 ടണ്ണിൻ്റെ എങ്കിലും വെയിറ്റ് വരുന്ന വൈബ്രേറ്റർ ഇട്ട് നമ്മൾ നിലം അടിച്ചുറപ്പിച്ചിട്ട് ചിപ്സ് ഇട്ട് നമ്മൾ വർക്ക് തുടങ്ങാവുള്ളൂ. അപ്പോൾ ചിപ്സ് ഇട്ട് നമ്മൾ കല്ലുകളെല്ലാം സീറ്റാക്കി കല്ലുകളെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കല്ലുകൾ തമ്മിലിടുന്ന അകലം, അതായത് ഒരു കല്ലും തമ്മിലുള്ള അകലം, അതൊരു 2 ഇഞ്ച് അകലത്തിലാണ് എല്ലാവരും വിരിക്കുന്നത്. ഈ 2 ഇഞ്ച് കൂടുതൽ അകലം ഇട്ട് കഴിഞ്ഞാൽ ഈ വിരിക്കാൻ വരുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് സ്റ്റോണിൻ്റെ ഏരിയ കുറഞ്ഞ് കിട്ടും, പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഇടുന്ന അകലം ഒരു കസ്റ്റമർ കൃത്യമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എത്ര ഇഞ്ച് അകലത്തിലാണ് നിങ്ങൾ കല്ല് വിരിക്കുന്നത്,
എന്തൊക്കെയാണ് നിങ്ങളുടെ കല്ല് വിരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിൽ മെറ്റൽ ഇങ്ങനെ ഇട്ട് പോകുന്ന കഴിയുമ്പോഴത്തേന് നമ്മുടെ കല്ലുകളുടെ അകലം 2 ഇഞ്ചാണ്. ഈ 2 ഇഞ്ച് അകലത്തിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പം കോൺക്രീറ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് കൂട്ടുന്നത് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം ഈ കല്ലുകളുടെ അകലം മെയിൻ ഒരു ഘടകമാണ്. കാരണം കല്ലുകളിൽ അകലം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അകലം കുറയും തോറും സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം അടുപ്പിച്ച് ഇടുന്ന കല്ല് വിരിക്കാനായിട്ട് ലേബർക്കാണെങ്കിലും കോസ്റ്റ് കൂടുതൽ കൊടുക്കണം. അകത്തിയിടുന്ന കല്ലിന് കോസ്റ്റ് കുറവാണ്. കല്ലിൻ്റെ എണ്ണവും കുറവാണ്. 10 കല്ല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2ക്ക് 2ൻ്റെ ആണ് 40 സ്ക്വയർ ഫീറ്റ്. അത് നമ്മൾ 2 ഇഞ്ച് ഇടുവാണെങ്കിൽ നമുക്ക് ഒരു 44 സ്ക്വയർ ഫീറ്റ് കിട്ടുമായിരിക്കും. അത് 3 ഇഞ്ച് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 44 എന്നുള്ളത് ചിലപ്പോൾ 46ലേക്ക് എത്തും. അപ്പോൾ 2 സ്ക്വയർ ഫീറ്റ് അടക്കി പോയി. അപ്പോൾ ആ 2 സ്ക്വയർ ഫീറ്റാണ് എന്നെപ്പോലുള്ള ആൾക്കാരുടെ പ്രോഫിറ്റ്. അപ്പം നിർബന്ധമായിട്ടും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കല്ലുകളുടെ അകലം ഉറപ്പായിട്ടും ചോദിക്കണം. ഇനി ഈ അകലങ്ങളും കാര്യങ്ങളെല്ലാം ചോദിച്ചാലും നമ്മളിപ്പോൾ അടിയിലിടുന്ന 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിൽ മെറ്റലിട്ട് അതിന് ശേഷം ഈ കല്ലുകളുടെ അകലത്തിനകത്ത് കോൺക്രീറ്റ് ചെയ്യും. അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ ബേബി മെറ്റൽ കൊണ്ടുവരുന്നത് 6 mm ആണ്. 6 mm ബേബി മെറ്റലിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കടുപ്പം കുറവാണ്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് ആയതുകൊണ്ട് നമുക്ക് 3/4 ഇഞ്ച് എന്ന് പറയുന്ന വലുപ്പത്തിലുള്ള മെറ്റൽ കയറാനും പാടാം. അപ്പോൾ 1/2 ഇഞ്ച് ഹാഫ് ഇഞ്ചിൻ്റെ മെറ്റലുണ്ടെങ്കിൽ അത് തന്നെ ഇറക്കി നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഹാഫ് ഇഞ്ചിന് നല്ല പിടുത്തമുണ്ട്. അപ്പം ആ മെറ്റലെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 കൊട്ട മെറ്റൽ, 3 കൊട്ട മെറ്റൽ, 4 കൊട്ട പൊടി, അതായത് 4 3 7 കൊട്ട, 7 കൊട്ടയ്ക്ക് 1 ചാക്ക് സിമെൻ്റ് എന്ന് പറയുമ്പോഴും അത് ബ്രാൻഡഡ് സിമെൻ്റ് ആയിരിക്കണം. ഇഷ്ടമുള്ള സിമെൻ്റ് എടുക്കാം. അപ്പം ഞങ്ങൾ രാംകോടെ സിമെൻ്റ് ഇട്ടാണ് ചെയ്യുന്നത്. അൾട്രാടെക് സിമെൻറ്റ്, ശങ്കർ സിമെൻറ്റ് ഒക്കെ അങ്ങനെ ബ്രാൻഡഡ് സിമെൻറ്റ് ഏതാണല്ലോ. സിമെൻറ്റിനെ പറ്റി ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ആ സിമെൻറ്റ് ഇട്ട്. ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കടയിൽ 15 വർഷമായിട്ട് എക്സ്പീരിയൻസ് അത് ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ പണിക്കാരുണ്ട്. കാരണം ഞാൻ ലാൻഡ്സ്കേപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 16-17 വർഷത്തോളമായി. അന്ന് മുതൽ തുടങ്ങിയ പണിക്കാർ എൻ്റെ കടയിലുണ്ട്. ലാൻഡ്സ്കേപ്പിലാണ് ആദ്യം ഞങ്ങൾ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റോൺ വർക്കിലേക്ക് വന്നത്. അപ്പം ഈ പണിക്കാരുടെ അടുത്ത് നമ്മൾ കൃത്യമായിട്ടൊരു നിർദ്ദേശം ഉണ്ടായിരിക്കണം. അതായത് 4-3-1, 4 കൊട്ട പൊടി, 3 കൊട്ട മെറ്റൽ, 1 ചാക്ക് സിമെൻറ്റ്. ആ കൂട്ടുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടിരിക്കണം. കാരണം നിങ്ങളുടെ അടുത്ത് വർക്ക് വരുമ്പം ഒരാൾ 140 വന്നു, ഞാൻ 135 പറഞ്ഞു. അപ്പം സ്റ്റോണിൻ്റെ ഒരു വിലയുണ്ട് മാർക്കറ്റിൽ. ആ സ്റ്റോണിൻ്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഇതുപോലുള്ള ഔട്ട്ലെറ്റിൽ പോയി നമ്മൾ മനസ്സിലാക്കണം. അല്ലെ എന്നെപ്പോലെ യൂട്യൂബ് ചാനൽ നടത്തി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്ന 2-3 ചാനലുകാരോട് ചോദിച്ചിട്ട് എൻ്റെ റേറ്റ് എത്രയാണ്, അവരുടെ റേറ്റ് എത്രയാണ് ഇങ്ങനെ നോക്കുക. അത് മാത്രം പോരാ, സ്റ്റോണും പോയി നമ്മൾ കാണണം. സ്റ്റോൺ ഫുൾ മെഷർമെൻ്റ് ഉണ്ടോ, കനം തിക്നെസ് കറക്റ്റാണോ, അതുപോലെ തന്നെ ഈ പറയുന്നതൊക്കെ കറക്റ്റാണോ, എല്ലാം നമ്മൾ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ പറച്ചിൽ കേട്ടിട്ട്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പറച്ചിൽ കേട്ടിട്ട് നിങ്ങളതിനകത്ത് വീഴരുത്. അപ്പം നിങ്ങൾ തന്നെ പോയി ബോധ്യപ്പെട്ട് ചെയ്യുക. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അത് ഒരുപാട് ഗുണമുണ്ട്. കാരണം നമുക്കൊരു 100% ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിട്ട് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ വേറൊരാൾ വന്ന് 2.5 ഇഞ്ച് ഗ്യാപ്പിട്ട് ചെയ്യുമ്പോൾ അത് കസ്റ്റമർക്ക് അറിയത്തില്ല. 7 കൊട്ട പൊടിക്കകത്ത് നമ്മൾ 1 ചാക്ക് സിമെൻറ്റ് ഇട്ട് കൂട്ടുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതേ സെയിം സാധനം 10, 12, 13 കൊട്ടയ്ക്കകത്ത് 1 ചാക്ക് സിമെൻറ്റ് ഇട്ട് കൂട്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 99% ആൾക്കാരും അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പകുതി എക്സ്പെൻസേ വരത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങൾ സ്റ്റോൺ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് അറിയാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം എല്ലാ വീടുകളിലും ഇന്ന് സ്റ്റോൺ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ വർക്കിനകത്ത് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ താണ്ടൂരാണെങ്കിലും കടപ്പയാണെങ്കിലും ഏകദേശമൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ താണ്ടൂരും കടപ്പയൊക്കെ ബോക്സ് കട്ട് കല്ലുകളേ ഉള്ളൂ, അല്ലാതെ ബോട്ടം റഫ് സ്റ്റോൺ അങ്ങനെയുള്ള കല്ലുകളില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബാംഗ്ലൂർ സ്റ്റോണിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ കല്ലുകളുടെ വില നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര രൂപയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ കല്ല് വരും. ഇന്നിപ്പോൾ ഒരു ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കണമെങ്കിൽ, അതായത് 2 ഇഞ്ച് തിക്നെസ് വിരിക്കണമെങ്കിൽ ഒരു നോർമൽ നല്ല പണിക്കാരാണ് 20 രൂപ കൊടുത്താലേ പണിക്കാരെ കിട്ടുള്ളൂ. 16 രൂപയ്ക്കും 17 രൂപയ്ക്കും പണിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇൻ്റർലോക്ക് വിരിക്കുന്ന പണിക്കാരെല്ലാം ഇൻ്റർലോക്ക് നമുക്ക് സ്ക്വയർ ഫീറ്റ് 8 രൂപ വിരിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് അവർക്ക് 1000 സ്ക്വയർ ഫീറ്റൊക്കെ ഒരു ദിവസം ഈസി ആയിട്ട് 3 പേര് വിരിച്ച് തീർക്കും. പക്ഷേങ്കിൽ സ്റ്റോൺ വർക്കിലേക്ക് വരുമ്പോൾ അത് 20 രൂപ കിട്ടും. അപ്പോൾ അവരത് 16 രൂപയ്ക്ക് കിട്ടിയാലും വിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ഇൻ്റർലോക്ക് വിരിച്ച് കട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ, സ്റ്റോണെ പണിതുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതായി വരണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അപ്പോൾ നമ്മളതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, എത്ര നാളായിട്ട് സ്റ്റോൺ വിരിക്കുന്നുണ്ട് അവരുടെ ഒരു 4-5 സൈറ്റ് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ കല്ലുകൾ തമ്മിൽ 2 ഇഞ്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഏറ്റുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് മാർക്കർ വെച്ചിട്ട് നമ്മൾ ടൈൽ കട്ടർ വെച്ച് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഗ്യാപ്പ് ഒരുപോലെ നിർത്തണം. ആ ഒരുപോലെ നിർത്തിയതിന് ശേഷമേ കോൺക്രീറ്റ് ചെയ്യാൻ അനുവദിക്കാവുള്ളൂ. 90% ആൾക്കാർ കല്ല് വിരിച്ച് അങ്ങ് റെഡിയാക്കി അപ്പം തന്നെ പാറപ്പൊടി ഇട്ട് എയറെല്ലാം കളഞ്ഞ് റെഡിയാക്കി സംഭവം ചെയ്യും. പക്ഷേങ്കിൽ ലൈൻ അടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ടച്ച് എക്സ്പെൻസാണ്. അത് കൃത്യമായിട്ട് ലൈൻ അടിച്ചിട്ടേ നമ്മൾ വർക്ക് ചെയ്യിക്കാവുള്ളൂ.
അതുപോലെ തന്നെ കല്ലുകളെല്ലാം സീറ്റാക്കി 1 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ച് കനത്തിൽ മെറ്റലിട്ടു. അതിനകത്ത് നമ്മൾ പാറപ്പൊടി എന്ന് പറയുന്ന സാധനം ഈ ഗ്യാപ്പുകൾ വഴി എല്ലാം ഇടണം. ഇട്ടതിന് ശേഷം നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ച് ഗ്യാപ്പിനകത്തൂടെ ഈ പാറപ്പൊടി ഇറങ്ങി പോകുമ്പോഴാണ് എയറെന്ന് പറഞ്ഞ സാധനം പോകുന്നത്. അപ്പോൾ നമ്മളൊരു കല്ലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തുമ്പോൾ ടപ്പോ ടപ്പോ എന്നുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എയറുണ്ട്. നല്ല പ്യുവർ സൗണ്ടാണെങ്കിൽ എയറില്ല. അത് കുത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എയർ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ 4, 3, 1 എന്നുള്ള കോൺക്രീറ്റ് ഇട്ട് കൂട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ ഇപ്പോൾ കല്ല് വിരിച്ച് കോൺക്രീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇതിനകത്ത് ചില ആൾക്കാർ ഈ കല്ലിനകത്ത് ഒറിജിനൽ പുല്ല് വെക്കും. മെക്സിക്കൻ ഗ്രാസ് വെക്കുന്നുണ്ട്, പേൾ ഗ്രാസ് വെക്കുന്നുണ്ട്. മെക്സിക്കൻ ഗ്രാസ് ആണെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്താണെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. കാരണം അത് വെച്ചതിന് ശേഷം നമുക്കൊരു 1.5 മാസം കഴിഞ്ഞാലേ വണ്ടി കയറ്റാൻ പറ്റത്തുള്ളൂ. കാരണം അതിനകത്തുള്ള വേരിറങ്ങി കല്ലിനകത്ത് പിടുത്തം വന്നാലേ നമുക്ക് വണ്ടി കയറ്റാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വണ്ടി കയറ്റുമ്പോൾ കല്ലിളകിപ്പോവും. അതേ സെയിമാണ് പേൾ ഗ്രാസ്. പേൾ ഗ്രാസ് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഷെയ്ഡായി പോവും. കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്താണ് പേൾ ഗ്രാസ് വെച്ച് ചെയ്യാം. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ് ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഒരു 90% ആൾക്കാരും ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിന് നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഈ സാധനങ്ങൾ വെക്കുന്നതിനേക്കാളും നല്ലതാണ്. നല്ല കണ്ടാൽ ഒറിജിനൽ ഗ്രാസ് പോലെ തന്നെ തോന്നുന്ന ഡെൻസിറ്റി. അതായത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ ഇപ്പോൾ എൻ്റെ മുടിക്ക് തിക്നെസ് കുറവാണ്. നല്ല തിക്കായിട്ട് നിൽക്കുന്നത്. കൈ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാസിനകം കാണാൻ പാടില്ല. അതായത് മാറ്റിൻ്റെ അടിവശം കാണില്ല, അത്രയും തിക്കുള്ള. പക്ഷേ ഒരുപാട് നീണ്ട ഗ്രാസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ താടി ഇപ്പോൾ നീണ്ടിങ്ങനെ കിടക്കുവാണെങ്കിൽ വെള്ളം വീഴുമ്പോൾ ഇങ്ങനെ തൂങ്ങിപ്പോവും. അങ്ങനെ വെക്കരുത്. നമുക്ക് ഹൈറ്റ് കുറഞ്ഞ് നിൽക്കണം, പക്ഷേ തിക്നെസ് കൂടുതൽ, അതായത് ഡെൻസിറ്റി കൂടിയ ഗ്രാസ്. അത് നമ്മൾ ഒരു ഷോപ്പിലെടുക്കുമ്പോൾ നിങ്ങൾ ഏത് ഗ്രാസാണ് വെക്കുന്നത് എന്ന് കൃത്യമായിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരോട് റേറ്റ് പറഞ്ഞ് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യുമ്പം ഇവർ കൊണ്ടുവരുന്ന ഗ്രാസ് അത് തന്നെയാണോ, കൈ കൊണ്ടിങ്ങനെ അകത്തുമ്പം കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കി ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പം നമുക്ക് ഗ്രാസ് വെച്ച് വർക്ക് ചെയ്യുന്നതും കോൺക്രീറ്റ് ഇട്ട് വർക്ക് ചെയ്യുന്നതും, പിന്നെ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിനകത്ത് പെബിള്, അതായത് പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ ചെറിയ ഉരുളൻചരലിടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന സമയത്തൊക്കെ കാണാൻ നല്ലതാണ്. കുറച്ച് സമയം കഴിയുമ്പം ഈ കല്ലിനകത്തൂടെ മുഴുവൻ പായൽ പിടിച്ച് കംപ്ലീറ്റ് പോകും. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു സൈറ്റിൽ ഒരു 80% പെബിൾസ് എടുത്തിട്ട് ആൾക്കാർ വീണ്ടും ഗ്രാസാണ് വെപ്പിച്ചേക്കുന്നത്. അപ്പം പെബിൾസിനേക്കാളും എപ്പോഴും ബെറ്റർ ഒന്നെങ്കിൽ നമ്മൾ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. കളർ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ എന്താ പറയുക, മൊസൈക്കിന് മുമ്പ് നമ്മൾ റെഡ് ഓക്സൈഡ്, ബ്ലാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുക. എന്ന് പറഞ്ഞ പോലെ സിമെൻറ്റിനകത്ത് നമുക്ക് ഈ കളർ ആഡ് ചെയ്തിട്ട് വൈറ്റ് സിമെൻറ്റിനകത്ത് കളർ ആഡ് ചെയ്യാം, സിമെൻറ്റിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് വരുമ്പം നിങ്ങൾ പണിയുന്ന വീടിൻ്റെ ഡിസൈൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഓടിനൊരു കളർ ഉണ്ടാവും, അല്ലെങ്കിൽ കോമ്പൗണ്ട് വാളിൻ്റെ ഒരു കളർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഈ ലാൻഡ്സ്കേപ്പിനകത്ത് ഈ സ്റ്റോണിനകത്ത് കൊടുത്താൽ നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇതുമായിട്ട് നല്ല മാച്ച് ആവും. പിന്നെ ഔട്ട്ലൈൻ വരുന്ന ഗാർഡനൊക്കെ കാണുമ്പോൾ നല്ല ലുക്കാവും. അപ്പോൾ അത് നിങ്ങളുടെ എഞ്ചിനീയറുമായിട്ട് നിങ്ങൾ ആലോചിച്ച്, വരുന്ന ഈ സ്റ്റോൺ വർക്കർമാരും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീരുമാനം, നിങ്ങളെക്കാളും അവർക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ അവർ പറയുന്നത് നോക്കിയിട്ട് അതെങ്ങനെയാവുമെന്ന് മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യുക. അപ്പം ഗ്രാസ് വെച്ച് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് ചെയ്യാം, പെബിൾസ് ഇട്ട് ചെയ്യാം, കോൺക്രീറ്റ് ഇട്ട് ചെയ്യാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കല്ലിൻ്റെ ഇടവഴി കോബിൾ സ്റ്റോൺ വെച്ച് ചെയ്യുന്നുണ്ട്, ഗ്രാനൈറ്റ് പീസ് കട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്, കടപ്പ സ്റ്റോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതി ചെയ്താലും മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ തിയറി. അതായത് മിനിമം അടിയിൽ 1 ഇഞ്ച് തിക്നെസ് മുതൽ 2 ഇഞ്ച് തിക്നെസ് വരെ ഫ്ലോറ് കറക്റ്റായിരിക്കണം. ഫ്ലോറ് വൈബ്രേറ്റർ അടിച്ച് ഉറപ്പിച്ചിട്ടേ വർക്ക് ചെയ്യാവുള്ളൂ. കല്ലുകളുടെ അകലം കൃത്യമായിട്ട് ചോദിക്കണം. ആ അകലത്തിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുന്നതിൻ്റെ കാര്യം 4, 3, 1 എന്നുള്ള രീതിയിൽ തന്നെ കൂട്ടണം. കൊണ്ടുവരുന്ന ഗ്രാസുകളാണെങ്കിലും പെബിൾസ് ആണെങ്കിലും ഗ്രാനൈറ്റിൻ്റെ പീസാണെങ്കിലും കടപ്പയാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നമ്മൾ ചെയ്യിക്കുക. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ അഡ്വാൻസേ കൊടുക്കാവുള്ളൂ. സ്റ്റോൺ കൊണ്ടുവരുമ്പോൾ സ്റ്റോണിൻ്റെ പൈസ നമ്മൾ മാർക്കറ്റിൽ എത്രയാണോ ആ പൈസ കൊടുക്കുക. ബാലൻസ് മെറ്റീരിയൽസ് അവരിറക്കുമ്പോൾ അതിൻ്റെ വേണേൽ പേയ്മെൻറ്റ് കൊടുക്കാം. വർക്ക് തീരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വാസ്തു നോക്കുന്ന ആളാണെങ്കിലും വാസ്തു നോക്കാത്ത ആൾക്കാരാണെങ്കിലും നമുക്കൊരു വെള്ളം ഇങ്ങോട്ട് ഒഴുകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒഴുകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് വെള്ളം അടിച്ച് നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ അവർക്ക് അളന്ന് കൃത്യമായിട്ട് ഡിലേ വരുത്താതെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുക. ഡിലേ വരുത്താതെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പം പണിക്കാർ പണി കഴിയുമ്പോൾ അവർ പൈസ ചോദിക്കും. പക്ഷേ പണി പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ഇന്ന് ചെയ്താൽ നാളെ നോക്കി 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. വീഡിയോ കുറേ വലുതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരുന്നുണ്ട്. തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക.